ചേലക്കരയുടെ ഫാഷൻ ഇനി അടിമുടി മാറും. അതെ, നമ്മളോട് ചേലക്കരയിൽ VK സിൽക്സ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ ജെന്റ്സ്, കിഡ്സ്, ലേഡീസ് വെയർ വമ്പൻ കളക്ഷൻസും. ഓണപ്പുലരികളെ നിറച്ചാർ തണിയിക്കാൻ വീണ്ടും ഒരു പൂവിളിക്കാലം എത്തിച്ചേർന്നു. പഴയന്നൂർ കുമ്പളക്കോട്ടെ ഈ ചെണ്ടുമല്ലി വസന്തത്തിൽ നിന്നുള്ള കാഴ്ചകളുമായി റിപ്പോർട്ടർ മണി ചെറുതുരുത്തി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഓണാഘോഷത്തിന് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് വീട്ടുമുറ്റത്തെ പൂക്കളം. പൂക്കൾക്കായി തമിഴ്നാട്ടിനെ ആശ്രയിക്കുന്ന പതിവിന് വ്യത്യസ്തമായി സ്വന്തം നാട്ടിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്ത് വിജയിച്ചിരിക്കുകയാണ് പഴയന്നൂർ പഞ്ചായത്തിലെ 18-ാം വാർഡ് കുമ്പളക്കോട് സ്വദേശികളായ OK പൈലിയും A ഷംസുവും. പാട്ടത്തിനടുത്ത് 50 സെന്റ് സ്ഥലത്താണ് ഇരുവരും ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. മഞ്ഞ, ചുവപ്പ്, വെള്ള എന്നീ 3 നിറങ്ങളിലുള്ള ഹൈബ്രിഡ് ചെണ്ടുമല്ലി ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ഒരു ചെടിക്ക് 3 രൂപ നിരക്കിൽ മണ്ണുത്തി കൃഷിഭവനിൽ നിന്നും പഴയന്നൂർ കൃഷിഭവൻ വഴിയാണ് തൈകൾ ലഭിച്ചത്. ഏകദേശം 3.5 മാസം പിന്നിട്ടപ്പോൾ പൂക്കൾ നിറഞ്ഞ് കൃഷിയിടം മനോഹരമായി. കാഴ്ച കാണാനും ചിത്രങ്ങൾ എടുക്കാനുമായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. നാട്ടിൽ തന്നെ പൂക്കൾ ലഭ്യമാകുന്നതോടെ ആവശ്യക്കാർ കൃഷിയിടത്തിലെത്തി പൂക്കൾ വാങ്ങുകയും ആവശ്യാനുസരണം വീടുകളിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്തവണത്തെ കനത്ത മഴയും ഓണം നേരത്തെ എത്തിയതും കർഷകർക്ക് തിരിച്ചടിയായി. പൂക്കളിൽ വെള്ളം കെട്ടിനിന്നാൽ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വെള്ളം നിറഞ്ഞ പൂക്കൾക്ക് തൂക്കം കൂടുമെന്ന ആശങ്കയിൽ ചില വ്യാപാരികളും പൂക്കൾ വാങ്ങാൻ മടിക്കുന്നുണ്ട്. എങ്കിലും നാട്ടിലെ പൂക്കൾക്ക് ആവശ്യക്കാരേറെയാണെന്ന പ്രതീക്ഷയിലാണ് പൈലിയും ഷംസുവും. തിരുവോണം കഴിഞ്ഞ് 1-2 ദിവസം കൂടി ചെടികൾ സംരക്ഷിച്ച ശേഷം കൃഷി വെട്ടിമാറ്റി മറ്റു കൃഷികളിലേക്ക് കടക്കാനാണ് തീരുമാനം. ഓണത്തിനായി ഇറക്കിയ മുതൽ മുടക്ക് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്ന് കർഷകനായ OK പൈലി പറഞ്ഞു. നാട്ടുമണ്ണിൽ പൂക്കൃഷി സാധ്യമാണെന്നും കർഷകർക്ക് ഇതിലൂടെ മികച്ച വരുമാനം കണ്ടെത്താനാകുമെന്നും തെളിയിക്കുകയാണ് പൈലിയുടെയും ഷംസുവിന്റെയും ചെണ്ടുമല്ലി കൃഷി. പഞ്ചായത്ത് 19-ാം വാർഡാണ്, അല്ല 18-ാം വാർഡാണ്. 18-ാം വാർഡിൽ ഞങ്ങൾ പാടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ഓണമായിട്ട് നമുക്ക് മുതൽ മുടക്ക് കിട്ടിയില്ലെങ്കിലും കുറച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഈ പഴയ കാലത്ത് നമ്മൾ ഹൈബ്രിഡായിരുന്നു, അല്ല മറ്റേ നാടൻ ചെടിയായിരുന്നു. ഇപ്പോൾ ഹൈബ്രിഡാണ്. ഹൈബ്രിഡിൽ വളരെ നമുക്ക് മൊത്തം ലാഭം കിട്ടിയില്ലെങ്കിലും മുടക്ക് മുതൽ കിട്ടാനുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്തു വരുന്നത്. ചുവപ്പ്, വെള്ള 3 സൈസ് ഉണ്ട്. 3 സൈസാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇല്ല, നമ്മൾ ലൈനിൽ കൊണ്ടു കൊടുക്കും. ഇവിടെ വന്ന് വാങ്ങുന്നവരുണ്ട്, ലൈനിൽ കൊണ്ടു കൊടുക്കും. പിന്നെ നമ്മൾ കൊണ്ടു കൊടുക്കലാണ് മെയിൻ. വരുന്നവർ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. നമ്മൾ ലൈനിൽ കൊണ്ടു കൊടുക്കുകയാണ്. കടകളിൽ കൊടുക്കല്ല, വീടുകളിൽ കൊണ്ടു കൊടുത്താലേ നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീടുകളിലേക്ക് നമ്മൾ കൊണ്ടു കൊടുക്കുന്നത്. അടമഴയാണെങ്കിൽ പൂക്കൾ വളരെ മോശമായിട്ടും മറ്റേ നശിച്ചു പോകും. മഴ ഇല്ലാതെ കിട്ടുകയാണെങ്കിൽ പൂ വലിയ ദോഷമില്ലാത്ത രീതിക്ക് വിരിഞ്ഞ് കളഞ്ഞ് വരും. ന്യൂസ് ഡെസ്ക് CCV.